ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈ മദർ സെഡ് ഐ നെവർ ഷുഡ് എന്ന് പറയുന്ന പ്ലേ ആണ്. ഇത് ഫസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നത് 1987 മാഞ്ചസ്റ്റർ ഇംഗ്ലണ്ടിൽ വെച്ചിട്ടാണ് ഇത് ആദ്യമായിട്ട് പെർഫോം ചെയ്യുന്നത്. ഇതിൽ ഇമ്പോർട്ടൻറ്റ് തീംസ് എന്ന് പറയുന്നത് മദർ ഡോട്ടർ റിലേഷൻഷിപ്പ്, അതുപോലെ എക്സ്പെക്ടേഷൻ ഓഫ് വുമൺ ഇൻ സൊസൈറ്റി, ഡിഫറെൻറ്റ് ജനറേഷൻ, ഐഡൻറ്റിറ്റി എക്സെട്ര. ഈ വീഡിയോയിൽ നമ്മൾ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, സമ്മറി, ഓതറിനെ കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിലി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തീംസ്, സിമ്പിൾസ്, അതർ ലിറ്റററി ഡിവൈസസ് മറ്റൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. 1985 ഇത് എഴുതിയിരിക്കുന്നത്. 1987 ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതൊരു 4 ആക്ട് പ്ലേ ആണ്. ഇതൊരു കറക്റ്റ് ഓർഡറിലല്ല ഈ പ്ലേ മുന്നോട്ട് പോകുന്നത്. ലൈക്ക് ഇത് കഴിഞ്ഞാൽ ഇതാണ് സംഭവിക്കുന്നത് എന്നതിൽ കാണിക്കുന്നില്ല. ഇതൊരു ഫ്ലാഷ് ബാക്ക് പോലെയാണ്. കുറച്ച് പാസ്റ്റിലെ കാര്യങ്ങൾ പറയാം, കുറച്ച് പ്രസൻറ്റിലെ കാര്യങ്ങൾ പറയാം. ഇതൊരു 4 മേജർ ക്യാരക്ടേഴ്സിന് ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ്. അവരുടെ ചൈൽഡ്ഹുഡ് ലൈഫ്, പിന്നീട് അവിടെയുള്ള പ്രസൻറ്റ് ലൈഫ്. കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള പ്ലേ ആണ്, എന്നാലും നമുക്ക് നോക്കാം. ഇതിൽ ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻറ്റ്സ് ഒന്നുമില്ല. എന്നിരുന്നാലും ഓതർ അത്രയും നന്നായി സ്ക്രൂട്ടനൈസ് ചെയ്ത് ഓരോ ക്യാരക്ടറെയും അത്രയും നന്നായി ഒബ്സർവ് ചെയ്ത ശേഷം മാത്രമാണ് ഓരോ ക്യാരക്ടറും ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലെ മേജർ അവാർഡ്സ്, ഈ പ്ലേക്ക് കിട്ടിയ മേജർ അവാർഡ്സ് ഞാൻ മേലെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഓതറിനെ കുറിച്ച് നോക്കാം. പിന്നെ ഷാർലോട്ട് കീറ്റ്ലി ഒരു ഇംഗ്ലീഷ് പ്ലേ റൈറ്റ് ആണ്. അതുപോലെ അവർ ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ മേജർ വർക്ക്സ് എന്ന് പറയുന്നത് ദ അയൺ സർപ്പൻറ്റ്, ദ റിംഗിങ് സിംഗിങ് ട്രീ, അവർ ഫാദർ. ഷാർലോട്ട് കീറ്റ്ലിയുടെ മാക്സിമം പ്ലേസിൽ നമുക്ക് കാണാൻ കഴിയുന്ന തീംസ് ഡിഫറെൻറ്റ് ജനറേഷൻ, മദർ ഡോട്ടർ റിലേഷൻഷിപ്പ് എക്സെട്ര. ഈ പ്ലേയിൽ വൺ ഓഫ് ദ മേജർ ക്യാരക്ടറാണ് ഡോറിസ്. ഡോറിസിൻ്റെ മോളാണ് മാർഗരറ്റ്, മാർഗരറ്റിൻ്റെ മോളാണ് ജാക്കി, ജാക്കിയുടെ മോളാണ് റോസി. മറ്റു ചില മൈനർ ക്യാരക്ടേഴ്സ് നമ്മൾ പ്ലോട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് സീന് സ്റ്റാർട്ട് ചെയ്യുന്നത് വേസ്റ്റ് ഗ്രൗണ്ടിൽ നിന്നാണ്. ഈ വേസ്റ്റ് ഗ്രൗണ്ട് സീന് ആക്ട് 1 അതുപോലെ ആക്ട് 3 ഒരുപാട് ടൈം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ഇതിൽ ലേഡീസ് ക്യാരക്ടർ എല്ലാം അവരുടെ ഏത് സ്റ്റേജിലും, അതായത് ഇപ്പോൾ അവരുടെ ടീനേജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ചൈൽഡ്ഹുഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആഫ്റ്റർ ടീനേജ് ആയിക്കോട്ടെ, എല്ലാ സ്റ്റേജിലും ഒരേ ആർട്ടിസ്റ്റ് തന്നെയാണ് അത് അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ചൈൽഡ്ഹുഡിന് വേണ്ടിയിട്ട് വേറൊരു ആർട്ടിസ്റ്റിനെ ഇട്ടിരിക്കുക അങ്ങനെയല്ല, എല്ലാം ഒരാൾ തന്നെയാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഇതിൽ ഷാർലോട്ട് കീറ്റ്ലെ എല്ലാ ക്യാരക്ടേഴ്സിനെയും അത്രയും റിയലായിട്ട് ഒരിക്കലും എന്താ പറയുക, അവരെ കുറച്ചുകൂടി ഒന്ന് വെള്ള പൂശാൻ വേണ്ടിയിട്ട് എന്നൊക്കെ നമ്മൾ പറയണ പോലെ ഒരിക്കലും എന്താ പറയുക അത്രയും ഡിഗ്നിറ്റി ആയിട്ടോ അങ്ങനെയൊന്നുമല്ല, അവരെ അത്രയും റിയൽ ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ എക്സ്പോസ് ചെയ്തിരിക്കുന്നത്. പിന്നീട് പറയുന്ന കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ 4 കുട്ടികൾ ഇങ്ങനെ എന്താ പറയുക ഫ്രണ്ട്സിനെ പോലെ കൈകോർത്ത് വന്നിട്ട് മൈ മദർ സെഡ് ഐ നെവർ ഷുഡ് എന്ന സോങ്ങും അവർ പാടുന്നുണ്ട്. ഇപ്പോൾ ഡോറിസിന് 5 വയസ്സാണ്, മാർഗരറ്റ് ആൻഡ് ജാക്കിക്ക് 9 വയസ്സ്, റോസിക്ക് 8 വയസ്സ്. എന്നിട്ട് റോസി ചോദിക്കുകയാണ്, ലിറ്റിൽ ഗേൾസ്, റോസി ഒരു ചോദ്യം ചോദിക്കുകയാണ്, ലിറ്റിൽ ഗേൾസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന ചോദ്യം ഫണ്ണായിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഡോറിസ് പറയാണ്, ലിറ്റിൽ ഗേൾസ് ഷുഗറും സ്പൈസും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ മാർഗരറ്റ് പറയുന്നു, ലിറ്റിൽ ഗേൾസ് എല്ലാം നൈസ് പ്രൊഡക്റ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് അവർ ഫണ്ണായിട്ട് അവിടെ സംസാരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഒരു ബന്ധവുമില്ലാതെ ജാക്കി പറയാണ്, നമുക്ക് നമ്മുടെ അമ്മയെ കൊല്ലാന്ന്. അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും ഇത് കേട്ടിട്ട് ഭയങ്കര ഷോക്കായി. എന്നിട്ട് ചോദിക്കുകയാണ്, നമ്മളെന്തിനാ നമ്മുടെ അമ്മയെ കൊല്ലണത്, നീയാണോ അമ്മയെ കൊല്ലാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അപ്പം നമ്മുടെ ജാക്കി ആ ടോപ്പിക്ക് ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആ കാര്യം അങ്ങോട്ട് വിടുകയാണ്. അതിനുശേഷം പിന്നീട് ഇതിൽ ഏറ്റവും ചെറിയ കുട്ടി എന്ന് പറയുന്നത് ഡോറിസാണ്. ഡോറിസിനാണ് ഏറ്റവും ഏജ് കുറവ്. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും കൂടി അവളോട് പോയിട്ട് എന്താണ്, ഇനി ഇവിടെ ഒരു ടീ പാർട്ടി നടക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇവിടെ ഒരു ടീ പാർട്ടി എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്, സോ നീ പോയിട്ട് കുറച്ച് ടീ എടുത്തിട്ട് വാ, ചായ എടുത്തിട്ട് വാ എന്ന് പറയാണ്. ഇത് കഴിഞ്ഞത് മാർഗരറ്റ്, ജാക്കി, റോസി എല്ലാവരും ചേർന്ന് അവരുടെ ഗ്രാൻഡ്മൻ്റെ സ്പിരിറ്റിനെ വിളിക്കാമെന്ന് പറയുന്നു. ജാക്കിയാണ് ഈ ഐഡിയ അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നെയിലും അതുപോലെ നെയിൽ സ്റ്റഫും ഒക്കെ മുമ്പിൽ കൊണ്ട് വെക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഗ്രാൻഡ്മൻ്റെ സ്പിരിറ്റിനെ വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവർ സ്പെല്ല് ചെയ്യുന്നു. ലൈക്ക് ഇങ്ങനെയൊക്കെ സ്പെല്ല് ചെയ്താലാണല്ലോ ഗോസ്റ്റ് വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ സ്പെല്ല് ചെയ്യുന്നു. അതിനുശേഷം അവരുടെ
ഗ്രാൻഡ്മയുടെ സ്പിരിറ്റിനെ കൊല്ലാമെന്നവർ പ്ലാൻ ചെയ്യുന്നു. സപ്പോസ് വരികയാണെങ്കിൽ പെട്ടെന്ന് എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരുട്ടിൽ അവരൊരു ഷാഡോ കാണുന്നു. ഈ സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇരുട്ടിലൊരു ഷാഡോ കാണുന്നു. അവിടെ നിന്നൊരു സൗണ്ട് കേൾക്കണു. അപ്പോൾ അവർ ആ വലിയ ഷാഡോ കണ്ടിട്ട് എന്താണ് പറയുക, അത് തങ്ങളുടെ ഗ്രാൻഡ്മയുടെ സ്പിരിറ്റാണെന്ന് പറഞ്ഞ് അവരെല്ലാവരും പേടിച്ചിട്ട് എന്ത് ചെയ്യാണ്, അവിടെ നിന്ന് ഓടിപ്പോകുന്നു. പക്ഷെ അവർക്കറിയുന്നില്ല ആ ഷാഡോ ഗ്രാൻഡ്മയുടെ സ്പിരിറ്റിൻ്റെ ഒന്നും അല്ല, മറിച്ച് അത് നമ്മളുടെ ഡോറിസ് ടീ എടുക്കാൻ വേണ്ടിയിട്ട് പോയല്ലോ, ഇവർ അയച്ചു വിട്ടല്ലോ. അപ്പോൾ ടീയും കൊണ്ട് അവൾ വരുന്ന അവളുടെ ഷാഡോ കണ്ടിട്ട് ഇവരെന്ത് തെറ്റിദ്ധരിച്ചു, ഇത് ഗ്രാൻഡ്മൻ്റെ പ്രേതമാണെന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്തു, പേടിച്ച് അവിടെ നിന്ന് പോയി. പിന്നീട് റോസി വീണ്ടും ആ നെയിൽ സ്റ്റഫ് നോക്കിയിട്ട് ആർക്കോ ഒരു കേഴ്സ് സംഭവിച്ചിട്ടുണ്ട്, അത് മാർഗരറ്റിനാണോ എന്നാണ് അവർ സംശയിക്കുന്നത്. കാരണം ആ സമയത്ത് അവിടെ മാർഗരറ്റ് ഉണ്ടായിരുന്നില്ല. സോ അവൾ ചിലപ്പോൾ മരിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഭയപ്പെടുന്നുണ്ട്. പിന്നീട് ആ ഗേൾസ് ഡോക്ടർ പേഷ്യൻസ് ഗെയിം കളിക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നു. എന്നിട്ട് പ്ലാൻ ഇട്ട ശേഷം അതിൽ റോസി ഡോക്ടറായിട്ടും അതുപോലെ ഡോറിസ് പേഷ്യൻ്റായിട്ടും, റോസി ഡോക്ടറായിട്ടും ഡോറിസ് പേഷ്യൻ്റായിട്ടും വരുന്നു. ഈ ടൈമിൽ റോസിക്ക് ഒരു എന്താ പറയുക, മോഡേൺ തോട്ട്സ് ആണ് ഉള്ളത്. അതിൻ്റേതായ എന്താ പറയുക എക്സ്പോഷറും നമുക്ക് അവളിൽ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഡോറിസ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ്. അവൾക്ക് എപ്പോഴും ട്രഡീഷണൽ തിങ്കിങ് ആണ് ഉള്ളത്. അപ്പോൾ ഈ ഡോക്ടർ പേഷ്യൻ്റ് സീനിൽ റോസി എന്താണ് പറയുക, ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് അവൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, അവളുടെ ഡ്രസ്സിലും അതേപോലെ അവളുടെ ഇന്നേഴ്സിലൊക്കെ ആയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല, ഡോറിസിന് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അവൾ പറയണം, നമുക്ക് റോൾസ് എക്സ്ചേഞ്ച് ചെയ്യാൻ, ഇപ്പം ഞാൻ ഡോക്ടറായിട്ടും നീ പേഷ്യൻ്റായിട്ടും നമുക്ക് കളിക്കാമെന്ന് പറഞ്ഞ് അവരവിടെ എന്ത് ചെയ്യാണ്, ആ റോൾസ് എക്സ്ചേഞ്ച് ചെയ്യാണ്. ഡോറിസ് ഡോക്ടറായപ്പോൾ റോസിയുടെ വയറ് ചെക്ക് ചെയ്തിട്ട് പറയാണ്, എന്താണ് പറയുക, നാളെ നിനക്ക് കുട്ടി ജനിക്കും, നീ പ്രഗ്നൻ്റ് ആണ് എന്ന് പറയാണ്. അപ്പോൾ അത് കേട്ടിട്ട് എന്താണ് റോസി ഷോക്കായി. എന്നിട്ട് പറയണം, നാളെ എൻ്റെ കല്യാണമാണ്, അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നത് ചോദിക്കുകയാണ്. ഇതിലൂടെ നമ്മുടെ ഷാർലോട്ട് കീറ്റ്ലെ ടീനേജ് പ്രഗ്നൻസിയെ എംഫസൈസ് ചെയ്യാണ് ഈ ഒരു സീനിലൂടെ. മോസ്റ്റ്ലി മാരേജ് കഴിയാത്തവരായിരിക്കും ഈ ടീനേജ് പ്രഗ്നൻസിക്ക് വിക്ടിം ആകുന്നത് എന്നുകൂടി നമ്മളുടെ കീറ്റ്ലെ ഇതിലൂടെ പോർട്രേ ചെയ്യാണ്. പിന്നീട് എല്ലാവരും ചേർന്നിട്ട് റോസിയെ ഇങ്ങനെ കിസ്സൊക്കെ ചെയ്ത് ഒരു കരയിപ്പിക്കണ അവസ്ഥയിലാക്കിയിട്ടുണ്ടാവും. ആ സമയം നമ്മളുടെ ജാക്കി അവളുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് ഒരു പെൻ നൈഫും കൊണ്ടാണ് ഓടി വരിക. എന്നിട്ട് അവളോട് പറയും, ഞാനൊരു തെറ്റ് ചെയ്തു, ഞാനൊരു ബോയ്ക്ക് കിസ്സ് കൊടുത്തു, അത് വേറെ നിവൃത്തി ഇല്ലാണ്ട് ചെയ്തതാണ്, ഞാൻ അങ്ങനെ കിസ്സ് കൊടുത്തില്ലെങ്കിൽ അവൻ ആ കത്തി തിരിച്ചു തരില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നീട് ഇത് കേട്ട് റോസിക്ക് ദേഷ്യമാകും അവളോട്. എന്നിട്ട് അവളോട് നല്ല വഴക്ക് പറയും, നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്, ബോയ്സിൻ്റെ കൂടെയൊന്നും അങ്ങനെ ചേരണ്ടെന്നൊക്കെ പറഞ്ഞ് പിന്നെ അവളെ കുറേ അഡ്വൈസ് ചെയ്യും. എന്നിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് റോസി അവളുടെ കൈയും റോസിയുടെ കൈയും മുറിച്ചിട്ട് ആ ചോരയിൽ സത്യം ചെയ്യാനായിട്ട് പറയും. എന്താണ്, ഇത് ബോയ്സിനെയും നോക്കില്ല, ട്രസ്റ്റ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം ചെയ്യാനായിട്ട് പറയും. നെക്സ്റ്റ് സീനിൽ നമ്മളുടെ ഡോറിസ്, മാർഗരറ്റ്, റോസി അവർ വേസ്റ്റ് ഗ്രൗണ്ടിൻ്റെ അവിടേക്ക് വീണ്ടും വരും. വേസ്റ്റ് ഗ്രൗണ്ടിൽ മാക്സിമം ഗേൾസ് ആയിരിക്കും ഉണ്ടാവുക. പെട്ടെന്ന് അവൾക്ക് ഒരു കാറ്റിൻ്റെ ഷാഡോ ഒക്കെ കാണാൻ കഴിയും. അത് കണ്ട് അവർ വീണ്ടും പേടിക്കും. അവർ സ്പിരിറ്റ്സൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ. ചിലപ്പോൾ ഈ സ്പിരിറ്റ് മാർഗരറ്റിനെ കൊണ്ടുപോയാലോ അല്ലെങ്കിൽ അവളെ കൊന്നാലോ എന്നൊക്കെ പറഞ്ഞ് അവർ ഭയപ്പെടുന്നു. അതേസമയം ഓപ്പോസിറ്റ് സൈഡിൽ മാർഗരറ്റ് എന്ത് ചെയ്യാണ്, സ്വയം ഒരു അവളെ കിങ് ഓഫ് ഗോൾഡൻ റിവർ എന്ന് വിചാരിച്ചിട്ട് അവളുടെ ഫ്രണ്ടിലായിട്ട് ഒരു ഇമാജിനറി ലൈൻ വരയ്ക്കുകയാണ്. എന്നിട്ട് ഒരു കിങ് എന്ന പോലെ അവൾ ഇമാജിൻ ചെയ്ത ശേഷം അവൾ ഒന്നിനെക്കുറിച്ചും ടെൻഷൻ ആവാണ്ട് ജോളി ആയിട്ട് ഇരിക്കുകയാണ്. ആ സമയം എന്താണ്, ജാക്കി അച്ഛൻ്റെ ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ മാർഗരറ്റ് അവളോട് പറയാണ്, ഒരു ഇമാജിനറി ലൈൻ ഓൾറെഡി അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ മാർഗരറ്റ്. അപ്പോൾ ജാക്കിയോട് പറയാണ്, ആ ഇമാജിനറി ലൈൻ താണ്ടി ഇങ്ങോട്ട് വരരുത്. അത് മാത്രമല്ല അവളെ കുറ്റപ്പെടുത്തണം, അവളെ ബ്ലെയിം ചെയ്യണം, നീ ഒരു ബോയിനെ കിസ് ചെയ്തില്ല, എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഇങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവളോട് ഇങ്ങനെ പറയണുണ്ട്, നീ എന്നെ ഒരുപാട് ഡിസപ്പോയിൻ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് മാർഗരറ്റ് ജാക്കിയോട് പറയുന്നുണ്ട്. പിന്നീട് പറയാണ്, ഞാൻ മരിക്കുമെന്ന് വിചാരിക്കണ്ട, എന്നെ ആരെ കൊണ്ടും കൊല്ലാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ്, മാർഗരറ്റ് ചിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ജാക്കി ഒരുപാട് പേടിച്ചു. കാരണം നമ്മൾ ഓൾറെഡി ഒരു കേഴ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ, ആ കേഴ്സ് മാർഗരറ്റിനെ ബാധിച്ചിട്ടുണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്പിരിറ്റിനെ വിളിച്ചു വരുത്തിയ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കേഴ്സ് അവളെ മുഴുവനായും കീഴ്പ്പെടുത്തിയോ എന്നൊക്കെ ആലോചിച്ചിട്ട് ജാക്കിന് വളരെ ഭയം തോന്നി. ആ പേടി കാരണം അവൾ അവിടെ നിന്ന് ഓടിപ്പോവാണ്. അപ്പോൾ മാർഗരറ്റ് അവിടെ നിന്ന് നോക്കുകയാണ്, അവൾക്ക് എത്ര ദൂരം ഓടിപ്പോകാൻ കഴിയണു എന്ന് പറഞ്ഞിങ്ങനെ നോക്കുകയാണ്. ഇതോടെ വേസ്റ്റ് ഗ്രൗണ്ട് സീന്
എൻഡ് ആവുകയാണ്. ഇത് ഞാൻ ഓർഡറായിട്ട് ആ വേസ്റ്റ് ഗ്രൗണ്ട് സീനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. പക്ഷേ റിയലി ഈ ഓർഡറിലൊന്നുമല്ല. ഞാൻ പറയല്ലോ, ഓൾറെഡി ഒരു ലോജിക് ഓർഡറൊന്നും ഇതിനില്ല. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി അടുത്തത് 1940 ഷിഫ്റ്റ് ചെയ്യാണ്. ഇപ്പോൾ സെറ്റിംഗ് ചോട്ടൺ കം ഹാർഡി. ഐ ഡോണ്ട് നോ ഹൗ ടു പ്രൊനൗൺസ് ഇറ്റ്. സ്പെല്ലിംഗ് ഞാൻ മേലെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഈ പ്ലേസ് ഉള്ളത് മാഞ്ചസ്റ്ററിൽ തന്നെയാണ്. ഈ 1940 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ് വാസ് ദ ടൈം ഓഫ് സെക്കൻഡ് വേൾഡ് വാർ. ഇപ്പോൾ ഡോറസിൻ്റെ ഏജ് 40 ആണ്. മാർഗ്രറ്റിൻ്റെ ഏജ് 9 ആണ്. ഓൾറെഡി പറഞ്ഞ പോലെ ഡോറസിൻ്റെ മോളാണ് ജാക്കി. ഈ പ്ലേസിലും ഈ സിറ്റുവേഷനിലുമാണ് മാർഗ്രറ്റ് വളർന്നു വരുന്നത്. ഈ സമയം മാർഗ്രറ്റ് നല്ല ദേഷ്യത്തോടെ ഡോറസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോറസ് തൻ്റെ ഒരു ഫേവറേറ്റ് ഡോളിനെ ഡാമേജ് ചെയ്തു, അല്ലെങ്കിൽ അതിനെന്തോ അതിൽ പന്നൊക്കെ പുറത്ത് വന്ന് അത് കേടുവരുത്തിയത് ഡോറസ് ആണെന്ന് പറഞ്ഞ് ഡോറസിനോട് മാർഗ്രറ്റ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ ഡോറസ് അങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനല്ല ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് കുറച്ചിങ്ങനെ നല്ല സോഫ്റ്റ് ആൻഡ് കാമായിട്ട് സംസാരിക്കും. പിന്നീട് ദേഷ്യം വരുമ്പോൾ ആസ് യൂഷ്വൽ നമ്മളുടെ അമ്മമാരൊക്കെ എങ്ങനെയാണ്, ആദ്യമൊക്കെ നമ്മളെ എന്തെങ്കിലുമൊക്കെ ഫൈറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. പറ്റിയില്ലെങ്കിൽ പിന്നെ പറയും ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറയുമല്ലോ. അതുപോലെ ഡോറസും പറയാണ്, ഇനി ഒരുപാട് വാശി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അച്ഛനോട് പറയും. അതുപോലെ മാർഗ്രറ്റ് ഡോറസിനെ മമ്മി എന്നാണ് വിളിക്കുക. പക്ഷെ മാർഗ്രറ്റിനെ മദർ എന്ന് വിളിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അത് മാത്രമല്ല, സംടൈംസ് അറിയാണ്ട് മാർഗ്രറ്റ് എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അമ്മയെ സംടൈംസ് ഒക്കെ അറിയാതെ മമ്മീന്ന് വിളിച്ചു പോകും. അപ്പോൾ പെട്ടെന്ന് ആ സിറ്റുവേഷൻ ഒന്ന് ഹാൻഡിൽ ചെയ്തെടുക്കാൻ വേണ്ടി പെട്ടെന്ന് മദർ എന്ന് പറയും. പിന്നീട് അവിടെ ഒരു പിയാനോ ഉണ്ട്. ആ പിയാനോ ഡോറസ് കല്യാണം കഴിഞ്ഞതിന് മുമ്പ് ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിട്ടിയ സാലറിയിലാണ് ആ പിയാനോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കുറച്ചൊക്കെ മാർഗ്രറ്റിന് പിയാനോ വായിക്കാനായിട്ട് ഡോറസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ മാർഗ്രറ്റ് ഇങ്ങനെ പിയാനോ വായിച്ചുകൊണ്ടിരിക്കും. പക്ഷേ മാർഗ്രറ്റ് എല്ലാം തെറ്റിച്ചാണ് വായിക്കുക. അപ്പം ഡോറസ് മാർഗ്രറ്റിനോട് പറയും പിയാനോ വായിക്കണം നിർത്താനായിട്ട് പറയും. സെക്കൻഡ് വേൾഡ് വാർ ടൈം ആയതുകൊണ്ട് കുട്ടികളെ കുറച്ചുകൂടി സേഫ് ആക്കാനായിട്ട് പിയാനോൻ്റെ അടിയിൽ അല്ലെങ്കിൽ കീബോർഡിൻ്റെ അടിയിലായിട്ടാണ് ആരെ കിടത്തി ഉറക്കുക, കുട്ടികളെ കിടത്തി ഉറക്കുക. എന്നിട്ട് പാരൻസായ ഡോറസും അവരുടെ ഹസ്ബൻഡും ഹാളിൽ കിടന്നാണ് ഉറങ്ങാറുള്ളത്. നെക്സ്റ്റ് 1961 ഷിഫ്റ്റ് ചെയ്യാണ്. സെറ്റിംഗ് സെയിം ആയിരിക്കും. ഡോറസിന് 61 വയസ്സ്, മാർഗ്രറ്റിന് 30 വയസ്സ്, ജാക്കിക്ക് 9 വയസ്സ്. ജാക്കി മുത്തശ്ശിയുടെ വീട്ടിലായിരിക്കും. ജാക്കി പിയാനോൻ്റെ പിന്നാലെ ഇരുന്നുകൊണ്ട് പറയുകയാണ് എന്തിനാണ് തൻ്റെ മദറായ അല്ലെങ്കിൽ തൻ്റെ മമ്മയായ മാർഗ്രറ്റിനോട് മദറെന്ന് വിളിക്കാൻ സമ്മതിക്കാത്തത് എന്ന് ഡോറസിനോട് ജാക്കി ചോദിക്കും. അതുപോലെ ജാക്കിക്ക് ആ പിയാനോ ഭയങ്കര ഇഷ്ടമാവും. അതുപോലെ ഡോറസിനെ ഇഷ്ടമാണ്. ഒരു ദിവസം ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടാവും ജാക്കിയും ഡോറസും തമ്മിൽ. ആ ദേഷ്യത്തിൽ ജാക്കി അവിടെ ഇരുന്ന ജഗ് എടുത്ത് പൊട്ടിക്കും. അത് കണ്ട ഡോറസ് പറയും നമുക്ക് പുറത്ത് പോയിട്ട് 2 ജഗ് കൂടെ എടുത്ത് പൊട്ടിക്കാമെന്ന് പറയും. ഡോറസ് അങ്ങനെ പറയാൻ കാരണം എന്തെങ്കിലും കെട്ടതായിട്ട് അല്ലെങ്കിൽ ബാഡായിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് 1-ന് 3 പ്രാവശ്യം സംഭവിക്കും. അപ്പോൾ അത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇനി ഇങ്ങനെ ആർഗ്യുമെൻ്റൊക്കെ ഉണ്ടായിട്ട് ഇനി ഇതുപോലെ ജഗ് ആ ഒരു സമയത്ത് അങ്ങനെ പൊട്ടിക്കാതിരിക്കാനും പൊട്ടിപ്പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ പറയണം. നമ്മൾ ഓൾറെഡി ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ 1 തൊട്ടാ 3 എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഡോറസ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ നല്ലൊരു ബോണ്ടിങ് ഇൻ ബിറ്റ്വീൻ ഡോറസ് ആൻഡ് ജാക്കി തമ്മിൽ ഉണ്ടാവും. പിന്നീട് മാർഗ്രറ്റിന് വേണ്ടിയിട്ട് ജാക്കിയും ഡോറസും എന്താണ് കേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ജാക്കിയും മാർഗ്രറ്റും ഒരു വെക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വെക്കേഷൻ പോലെ ഡോറസിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കും. മാർഗ്രറ്റ് വന്നിട്ട് ആ സമയത്ത് അവിടെ എത്തും. എന്നിട്ട് അവർ കേക്കും കഴിച്ചിട്ട് തിരിച്ച് മാർഗ്രറ്റും ജാക്കിയും അവരുടെ വീട്ടിലേക്ക് പോകുന്നതോടുകൂടി ഈ സീന് എൻഡാവും. 1969 ഷിഫ്റ്റ് ചെയ്യാണിപ്പോൾ. ജാക്കിക്ക് 18 വയസ്സ്, മാർഗ്രറ്റിന് 38 വയസ്സ്. ഇപ്പോൾ ഉള്ള പ്ലേസ് അല്ലെങ്കിൽ സെറ്റിങ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ റെയ്നസ് പാർക്ക് ലണ്ടൻ ഇവിടെയാണ് സെറ്റിംഗ്. അതായത് മാർഗ്രറ്റിൻ്റെ വീട്ടിലാണ്. ഇതിൽ മാർഗ്രറ്റ് ജാക്കിനോട് ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇതിൽ ജാക്കിക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടാകും. ആ ബോയ് ഫ്രണ്ടിൻ്റെ നെയിമാണ് ഗ്രഹാം. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം പറഞ്ഞതിൽ നിന്നൊരു പുതിയ ക്യാരക്ടറാണ് ആര്? ഗ്രഹാം. ഓക്കെ, അപ്പോൾ ഗ്രഹാമിൻ്റെ കൂടെ ഒരു നൈറ്റ് ഫുള്ളും അവൾ സ്റ്റേ ചെയ്തു എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇവിടെ ആർഗ്യുമെൻറ്റ് നടക്കുക. മാർഗ്രറ്റ് ജാക്കിയോട് പറയുകയാണ് ഞാൻ നിന്നെ വിശ്വസിച്ചല്ലേ വിട്ടത്, അവൻ്റെ വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടല്ലേ നീ പോയത്, ഇപ്പോൾ ഒരു നൈറ്റ് ഫുള്ള് അവൻ്റെ കൂടെ സ്റ്റേ ചെയ്തിരിക്കണോ, അതെങ്ങനെ അവൻ്റെ പാരൻസ് അലോ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. ഇതിൽ ട്വിസ്റ്റ് എന്താ ചോദിച്ചാൽ ഇപ്പോൾ ജാക്കി പ്രഗ്നൻ്റ് ആണ്. അതുമാത്രമല്ല ഗ്രഹാമിന് ഓൾറെഡി
മാരീഡാണ്. അപ്പോൾ മാർഗരറ്റ് മൊത്തത്തിൽ അതിശയിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും എങ്ങനെ ജാക്കിക്ക് ഇത്രയും കൂളായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് അതിശയിക്കുകയാണ്. അപ്പോഴാണ് അവർ പെട്ടെന്ന് അവരുടെ പാസ്റ്റ് ലൈഫ് ആലോചിക്കുന്നത്. അവരുടെ പാസ്റ്റിലെ ലവ് ലൈഫിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കും. നമ്മളും ആ സമയത്ത് അങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പാസ്റ്റിലെ കാര്യങ്ങൾ ആലോചിക്കും. ഇപ്പോൾ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. 1951 ആണ് ആ ടൈം പീരീഡ്. അപ്പോൾ ആ സമയത്ത് ഡോറിസിന് 51 വയസ്സ്, മാർഗരറ്റിന് 20 ആണ് ഏജ്. അവർ വീട്ടിൻ്റെ പുറത്തിരുന്ന് ഇങ്ങനെ തുണിയൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയോട് മോളിങ്ങനെ തൻ്റെ ലവ് ലൈഫ്, അതായത് മാർഗരറ്റ് ഇങ്ങനെ പറയാണ്, തൻ്റെ ലവ് ലൈഫിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു. കെൻ എന്ന് പറയുന്ന ആളെയാണ് താൻ ലവ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞാൽ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ന് അമേരിക്കയും ആ വേൾഡ് വാറിൻ്റെ സമയത്ത് അമേരിക്കയും ബ്രിട്ടനും നല്ല ബോണ്ടിങ് ആയിരുന്നു. ആ ഒരു ബേസിലാണ് കെൻ എന്ന് പറയുന്ന ആൾ ബ്രിട്ടനിലേക്ക് വരുന്നു. ആൻഡ് ദേ ഫെൽ ഇൻ ലവ്. പിന്നീട് അതിനുശേഷം അവൾ ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് ഈ വേൾഡ് വാറൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ മേലെ കൂടെ കുറേ പ്ലെയിൻസൊക്കെ ഇങ്ങനെ പറന്നുകൊണ്ട്, കുറേ പ്ലെയിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറന്നുകൊണ്ടായിരുന്നു. അപ്പോൾ അവൾ പറയണത് ചിലപ്പോൾ അതിൽ ആരുണ്ടാകാം, മേ ബി അതിൽ കെൻ ഉണ്ടാവാം എന്നൊക്കെ പറഞ്ഞ് അത്ര എക്സൈറ്റഡ് ആയിട്ട് പറയുമ്പോൾ അവളുടെ അമ്മ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, നീ എന്താണ് ഇത്രയൊക്കെ എക്സൈറ്റഡ് ആകണേ ഈ കാര്യത്തിൽ? അത് മാത്രമല്ല പെർഹാപ്സ് ഈ ലവ് സക്സസ് ആയില്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ബോയ്സിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾ ഇപ്പോൾ ഈ പ്രസൻറ്റിലിരുന്ന് ആ പാസ്റ്റിലെ കാര്യം ചിന്തിച്ചിട്ട് കണക്ട് ചെയ്യാണ്. താൻ ഇപ്പം ജാക്കി എങ്ങനെയാണോ, അതായത് താൻ പറഞ്ഞാൽ കേൾക്കണില്ല, അമ്മ പറഞ്ഞാൽ കേൾക്കണില്ലാതെ ഓരോ കാര്യങ്ങളിൽ ചെന്ന് ഇങ്ങനെ ഓരോ ട്രാപ്പിലും ചെന്ന് പെടുന്ന പോലെ ആണ് താനും അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞ് ചിന്തിക്കുകയാണ് ആര്, നമ്മളുടെ മാർഗരറ്റ്. ഇതിൽ നമുക്ക് പിന്നൊരു കാര്യം കൂടെ മനസ്സിലാക്കാം. അപ്പോൾ പ്ലെയിനിൽ കെന്നും ഉണ്ടാവും എന്ന് പറയുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാം, കെന്ന് മേ ബി ഒരു സോൾജർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ആർമി മാൻ ആയിരിക്കാം എന്ന് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് കഴിയും. പിന്നെ വീണ്ടും നമ്മളിപ്പോൾ പ്രസൻറ്റിലേക്ക് പോവുകയാണ്. 1972 ആണ് ടൈം പീരീഡ്. ജാക്കിക്ക് 19.5 ആണ് ഏജ്, മാർഗരറ്റിന് 40. എബോഷൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ജാക്കി റോസി എന്ന കുട്ടിക്ക് ജന്മം നൽകുന്നു. റോസി അപ്പോൾ 3 months ബേബിയാണ്. ജാക്കിക്ക് റോസിയെ നോക്കാൻ പറ്റുന്നില്ല, കാരണം അവൾക്ക് മകളോട് സ്നേഹമുണ്ട്. എന്നിരുന്നാൽ പോലും അവൾക്ക് ഹൈസ്കൂളിൽ പോകുന്ന ഏജ് ആയിട്ടുള്ളൂ. പിന്നെ അവൾക്ക് ആർട്ടിസ്റ്റ് ആകണം എന്നുള്ള ഒരു ഡ്രീം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ തൻ്റെ കുട്ടീനെ തൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല ഈ ടൈമിൽ മാർഗരറ്റ് തിങ്ക് ചെയ്യുന്നത് ജാക്കി അവളുടെ ഹസ്ബൻഡായ ഗ്രഹാമിൻ്റെ ഒപ്പമാണ് ജീവിക്കുന്നതെന്നാണ് കരുതുന്നത്. പക്ഷേ അവൾ ഒറ്റയ്ക്കാണ് സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെ 1969, ഐ റിപ്പീറ്റ് 1969 മാർഗരറ്റിൻ്റെ കയ്യിൽ റോസിയെ ഏൽപ്പിച്ചിട്ട് റോസിയുടെ എല്ലാ തിങ്സും എക്സ്ക്ലൂഡിങ് സോക്സും ക്ലോത്ത്സും മാത്രം അവൾ എടുത്ത് വെച്ച് ബാക്കി എല്ലാം റോസിയുടെ എല്ലാ തിങ്സും അമ്മയെ ഏൽപ്പിച്ചിട്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ്. അവൾക്കുള്ളിൻ്റെ ഉള്ളിൽ റിഗ്രറ്റ് തോന്നുന്നുണ്ട്, കുട്ടിയെ വേണമെന്ന് തോന്നുന്നുണ്ട്, ഒരുപാട് വിഷമിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും അവൾക്ക് വേറെ നിവർത്തിയില്ല, അവളുടെ സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പോൾ അതിൽ നിന്നും ഷാർലോട്ട് കീറ്റ്ലെ പോർട്രേ ചെയ്യാണ്, ഒരു മദേഴ്സ് ലവ് പോർട്രേ ചെയ്യാണ്. നെക്സ്റ്റ് 1979 ഷിഫ്റ്റ് ആവുകയാണ്. ഇതിൽ ജാക്കിക്ക് 28 വയസ്സ്, റോസിക്ക് 8 വയസ്സ്, ഡോറിസിന് 79 വയസ്സ്, മാർഗരറ്റിന് 48 വയസ്സ്. അപ്പോൾ ഇതിൽ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർഗരറ്റ് കുഞ്ഞായിരുന്ന സമയത്ത് അവൾക്കൊരു ഡോൾ ഉണ്ടായിരുന്നു. ആ ഡോള് കേട് വന്ന സമയത്ത് ഡോറിസിനോട് വടക്കിട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ സെയിം ഡോള് റോസി ഈ 1979 അവളുടെ ബർത്ത്ഡേ ദിവസം മണ്ണിൽ പുതച്ച് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അതിനോട് സംസാരിക്കുന്നുണ്ടാവും. ആ സമയം റോസിയെ ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ട് ജാക്കി ഒരു ബർത്ത്ഡേ കേക്കൊക്കെ കൊണ്ടുവരും. എന്നിട്ട് അവർ ഹാപ്പി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യും. ജാക്കിയോട് റോസി ഒരു കാര്യങ്ങളും ഷെയർ ചെയ്യില്ല, പക്ഷെ മാർഗരറ്റിനോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. ബട്ട് റോസിക്ക് ഇപ്പോഴും അറിയില്ല മാർഗരറ്റാണ് തൻ്റെ അമ്മ എന്ന്. ബാക്കിയുള്ള ഡോറിസും മാർഗരറ്റും അതേപോലെ റോസിയൊക്കെ ഈ കാര്യങ്ങൾ അവൾക്കൊരു 16 വയസ്സാകുമ്പോൾ റിവീൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വിചാരിച്ചിരിക്കുകയായിരിക്കും. ഷിഫ്റ്റിംഗ് ടു ആക്ട് 2, ദെൻ ആ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1982. ഡോറിസിൻ്റെ ഏജ് 82, ജാക്കി 30, മാർഗരറ്റ് 51, റോസി 11. ഈ സമയത്ത് ഡോറിസിൻ്റെ ഹസ്ബൻഡായ ജാക്ക് മരിച്ചു പോവാണ്. ജാക്കിന് തൻ്റെ ഗ്രാൻഡ് ഡോട്ടറായ ജാക്കിയെ നല്ല ഇഷ്ടമാണ്, കാരണം അവളൊരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ അസറ്റും സ്വത്തെല്ലാം അവളുടെ പേരിൽ എഴുതി വയ്ക്കും. അതുകൂടെ അവൾക്കൊരു റെസ്പോൺസിബിലിറ്റി വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും കൂടിയാണ് ജാക്ക് അങ്ങനെ ചെയ്യും. ആ വീട് ആർട്ട് ഗാലറി ആക്കി വെക്കാൻ ജാക്കി ഡിസൈഡ് ചെയ്യണു. ആ ടൈമിൽ വീട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പഴയ ആ സാധനങ്ങളൊക്കെ കാണുന്നത്. അതിൽ റോസിൻ്റെ ഒരു ബേബി ഡ്രസ്സ് ജാക്കി എടുത്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, ആ ഡ്രസ്സ് അവൾ അതിൽ കാണുന്നു. അപ്പോൾ അവൾക്ക് പഴയ മെമ്മറീസും കൂടെ ഓർമ്മ വരുന്നു.
ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് ഡോറിസിൻ്റെ അടുത്ത് ജാക്കി ഒരു ലെറ്റർ ഏൽപ്പിച്ചിട്ടുണ്ട്. 16 വയസ്സാകണ സമയത്ത് ആരുടെ കൊടുക്കാൻ, റോസിയുടെ കയ്യിൽ കൊടുക്കാനായിട്ട് ജാക്കി ഒരു ലെറ്റർ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞതും ഒരു ഗെയിം ബോർഡ്, ഒരു ലൂഡോ, നമ്മുടെ സ്നേക്ക് ആൻഡ് ലാഡർ പോലുള്ള ഒരു ഗെയിം ബോർഡ് അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഡോറിസ് ആ ഗെയിം ബോർഡ് എടുത്തിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങുന്നതോടെ ഈ സീന് അവസാനിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ആക്ട് 3 ആണ്. 1987 ഈ ആക്ട് നടക്കുന്നത്. ഡോറിസിൻ്റെ പഴയ വീടുണ്ടല്ലോ, അവിടെയാണ് ഇപ്പോഴത്തെ സിറ്റിങ്. ഒരു ജെറാനിയം പ്ലാന്റ് അവരുടെ ഗാർഡനിൽ പ്ലാന്റ് ചെയ്യുമായിരിക്കും ആ ടൈമിൽ അവർ. അത് അവരുടെ ഒരു പഴയ ഗാർഡനാണ്. ഈ സമയത്ത് മാർഗരറ്റ് വിഷമിച്ചിരിക്കുകയായിരിക്കും. അതായത് അവരുടെ ഹസ്ബൻഡായ കെന്ന് 1 വീക്കായിട്ട് എവിടെയോ പോയിരിക്കുകയാണ്. ഓടിപ്പോയതൊന്നുമല്ല, എവിടെയോ പോയി, എന്തോ ഒരു വിഷമം കാരണം എവിടേക്കോ പോയി. അപ്പോൾ മാർഗരറ്റ് അമ്മയുടെ കൂടെ വന്നിരിക്കുകയാണ്. ആ സമയം നമ്മുടെ റോസി ജാക്കിയുടെ വീട്ടിൽ പോയിട്ട് ജാക്കിയുടെ കൂടെ ഇരിക്കുകയായിരിക്കും. എന്നിട്ട് മാർഗരറ്റിനും ഡോറിസിനും ഒക്കെ ലെറ്റർ അയക്കും. ഞാനിവിടെ ഹാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞ് ലെറ്റർ അയക്കും. ആ സമയത്ത് മാർഗരറ്റിന് നല്ല പൊസസീവ്നെസ് തോന്നും, നല്ല ദേഷ്യം തോന്നും. കാരണം ജാക്കിയാണ് ശരിക്കും ഒറിജിനൽ അമ്മ. അതവൾക്കറിയില്ല. എന്നിരുന്നാൽ പോലും ജാക്കിയോട് ഇത്രയും അടുപ്പം കാണിക്കുമ്പോൾ, ഇത്രയും ദിവസം വളർത്തിയത് അവളാണല്ലോ, അപ്പോൾ ഇത്രയും അവളുടെ കൂടെ ഹാപ്പി എന്നൊക്കെ പറയുമ്പോൾ ഒരു പൊസസീവ്നെസ് തോന്നുന്നുണ്ട്. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാർഗരറ്റിനെ കാണാനായിട്ട് റോസിയും ജാക്കി അവരുടെ ഓഫീസിൽ പോകും. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ റോസി മാർഗരറ്റിനോട് പറയും. ഹാപ്പി ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ പൊസസീവായിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് റോസിയെ സ്കോൾഡ് ചെയ്യും. ആ ദേഷ്യത്തിൽ റോസി ഇറങ്ങിപ്പോവും. പിന്നീട് മാർഗരറ്റിന് വയ്യാണ്ടാകും, ബെഡ് റിഡൺ ആകും. ആ സമയത്ത് അവൾ എന്തൊക്കെയോ ആ ഒരു വയ്യാത്തതും അസുഖവും ഒക്കെ കൊണ്ട് ഇങ്ങനെ പെറുപ്പെറുക്കും. ഞാൻ എന്തിനാണ് ഇങ്ങനെ കെന്നിനെ മാരേജ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ റിഗ്രറ്റ് ചെയ്യും. പിന്നീട് അവർ മരിക്കും. ആ സമയത്ത് റോസിക്ക് സത്യം അറിയും, ജാക്കിയാണ് തൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതവൾ ജാക്കിയോട് വന്ന് പറയും. അപ്പോൾ ജാക്കി ചോദിക്കും, ഇത് നീ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ കെന്ന് മാർഗരറ്റിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കുന്ന സമയത്ത് തൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് അതിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ജാക്കിയുടെ നെയിമാണ് മദേഴ്സ് നെയിമായിട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അവൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവൾ ചെറിയ കുട്ടിയാണല്ലോ, അവൾക്കത് അക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല. നല്ല വിഷമമാകും. എന്നിട്ട് ജാക്കിയോട് നല്ല ദേഷ്യപ്പെടും. മാത്രമല്ല അവളോട് പറയും, നീ ഒരു സെൽഫിഷാണ്, എന്നെ വേണ്ടാന്ന് വെച്ചിട്ട് പോയില്ലേ, എന്നെ നീ ഇത്രയും നാൾ പറ്റിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്, ചീറ്റ് ചെയ്തില്ലേ, ബീട്രേ ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് പോകും. നെക്സ്റ്റ് സീനിൽ റോസി സൺബാത്ത് എടുത്തിട്ട് പാട്ട് കേട്ടിരിക്കുന്ന സമയത്ത് ഡോറിസ് അവളുടെ അടുത്ത് ഒരു ലെറ്റർ കൊണ്ടുവന്ന് കൊടുക്കും. അത് ജാക്കി അവൾക്ക് 16 വയസ്സാകുമ്പോൾ കൊടുക്കാൻ പറയുന്ന ആ ലെറ്ററായിരുന്നു അവളുടെ കൊടുക്കുക. അപ്പോൾ അവൾ ആ ലെറ്റർ വായിക്കാണ്ട് അത് ദേഷ്യത്തിൽ അത് കീറിച്ച് കളയും. പിന്നീട് ഡോറിസിനോട് ചോദിക്കും, ഒരു ഗെയിം ബോർഡ് ഉണ്ടായിരുന്നല്ലോ ഡോറിസിൻ്റെ കയ്യിൽ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ ഗെയിം എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ഡോറിസ് പറഞ്ഞു തരില്ല എന്ന് പറയും. പിന്നെ റോസി തന്നെ ആ ഗെയിം എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് മനസ്സിലാക്കും. അതിനുശേഷം അത്ര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ആ ഗെയിം എങ്ങനെ കളിക്കുന്നത് കണ്ടുപിടിച്ച്, അതിൻ്റെ ട്രിക്ക് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞിട്ട് നല്ല എക്സൈറ്റഡ് ആയിട്ട്, നല്ല വോയിസ്, നല്ല സൗണ്ടായിട്ട് അവൾ എല്ലാവരോടും ഇങ്ങനെ വിളിച്ച് പറയുമല്ലോ, അതുപോലെ പറയും. അതോടെ ഈ സീനും എൻഡാകും. ഈ പ്ലേയും ഏകദേശം ഒരു എൻഡാകുന്ന ആ ഒരു സ്റ്റേജിലേക്ക് വരും. അങ്ങനെ പ്ലേയിൻ്റെ എൻഡിലേക്ക് വരികയാണ്. അപ്പോൾ 1920s ആ ടൈമിലായിരിക്കും 4 ലേഡീസും മാർഗരറ്റ്, ഡോറിസ്, ജാക്കി, റോസി സ്റ്റേജിൻ്റെ ഫ്രണ്ടിലേക്ക് വരും. അതിലെ ഫസ്റ്റ് ജനറേഷൻ വുമണായ ഡോറിസ് തൻ്റെ ഹസ്ബൻഡായ ജാക്കിനെ മീറ്റ് ചെയ്യണ ആ ടൈം ഉണ്ടല്ലോ, ആ ഒരു ഏജിലായിരിക്കും ഡോറിസിനെ കാണിച്ചിരിക്കുക. എന്നിട്ട് ഡോറിസ് അത്രയും എക്സൈറ്റഡ് ആയിട്ട് അവരുടെ അമ്മയോട് ജാക്കിനെ കുറിച്ച് പറയുന്ന സീന് കാണിച്ചിട്ട് പ്ലേ എൻഡ് ആവാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഈ പ്ലേ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും മിസ്റ്റേക്സ്, സജഷൻസ്, അതേപോലെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഇതിൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ്, സോ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, ഒരുപാട് ലാഗിങ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാവാൻ എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽസ് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ വളരെ റയറായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്, നിങ്ങൾക്ക് ഓക്കെ ഇത് മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് മറ്റ് തീംസ്, സിമ്പിൾസ്, നറേറ്റീവ് ടെക്നിക്ക്, അതേപോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എക്സെട്ര നമ്മൾക്ക് വേറൊരു യൂട്യൂബ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. ബൈ.